പ്ലസ് 1 മാത്തമാറ്റിക്സ് സെറ്റ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 14ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ റിലേഷൻ കണക്റ്റിംഗ് യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ റിലേഷൻ കണക്റ്റിംഗ് യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് 3 സെറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ചെയ്യാം. പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, എ മാർക്കറ്റ് റിസർച്ച് ഗ്രൂപ്പ് conducted a survey of 1000 consumers. Then what is 1000 here? N of U equal to 1000, and reported that 720 consumers like product A. Then consider A be the set of consumers like product A. Hence N of A equal to 720. 450 consumers like product B. Hence N of B equal to 450. What is the least number that must have liked both products? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലീസ്റ്റ് വാല്യൂ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. ബോത്ത് പ്രോഡക്ട്സ് മീൻസ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയുടെ മിനിമം വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഫോർമുല എഴുതാം. വാട്ട് ഈസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്നും എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ ലീസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഗിവൺ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ ഓഫ് എ ഈക്വൽ ടു 720, എൻ ഓഫ് ബി ഈക്വൽ ടു 450. ഹെൻസ് 720 പ്ലസ് 450 minus n of A union B. 720 plus 450 is 1170. Then ഈ ഇക്വേഷനിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? n of A intersection Bയുടെ വാല്യൂ ലീസ്റ്റ് ആകുന്നത് എപ്പോഴാണ്? ഇവിടെ മൈനസ് n of A union B ആണ്. അപ്പോൾ n of A union Bയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ എന്താവും? ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ ഇവിടെ ഇൻക്രീസ് ചെയ്ത് എൻ ഓഫ് എ യൂണിയൻ ബി മാക്സിമം ആകുമ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മിനിമം ആകും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി വെൻ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞ സെറ്റിന്റെ മാക്സിമം പോയാൽ എത്രയാവുക? യൂണിവേഴ്സൽ സെറ്റ് ആണല്ലോ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എലമെന്റ്സ് എടുത്തിട്ടാണ് എയും ബിയും എഴുതുന്നത്. അപ്പോൾ എ യൂണിയൻ ബി മാക്സിമം ആകുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആകുമ്പോഴാണ്. ഹെൻസ് എൻ ഓഫ് എ യൂണിയൻ ബി മാക്സിമം ആകുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് യു ഈക്വൽ ടു 1000. അപ്പോൾ ഇവിടെ 1000 വരുമ്പോഴാണ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മിനിമം ആകുന്നത്. ഹെൻസ് ലീസ്റ്റ് വാല്യൂ ഓഫ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 1170 മൈനസ് 1000 ഈക്വൽ ടു 170. അപ്പോൾ ലീസ്റ്റ് വാല്യൂ കിട്ടുന്നത് 170 ആണ്. അപ്പോൾ ഏറ്റവും വലിയ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് ആണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് വരെ പോകാം എ യൂണിയൻ ബിയുടെ വാല്യൂ. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി 1000 വരെ പോകാം. അപ്പോൾ അതാണ് മാക്സിമം വരുന്നത്. 1000 ആകുമ്പോൾ ഇന്റർസെക്ഷൻ ലീസ്റ്റ് ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 500 കാർ ഓണേഴ്സ് ഇൻവെസ്റ്റിഗേറ്റഡ്, ഹെൻസ് എൻ ഓഫ് യു ഈക്വൽ ടു 500. 400 ഓൺ കാർ എ. അപ്പോൾ എൻ ഓഫ് എ ഈക്വൽ ടു 400 and 200 on car B. N of B equal to 200. 50 on both A and B. This N of A intersection B equal to 50. Is this data correct?
അപ്പൊ ഈ പറഞ്ഞ ഈ ഡാറ്റ കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. n of a, n of b, n of a intersection b are given. From these three values, find out n of a union b equal to n of a plus n of b minus n of a intersection b equal to 400 plus 200 minus 50, 600 minus 50 equal to 550. അപ്പോൾ n of a union b കിട്ടുന്നത് 550 ആണ്. ഇത് പോസിബിൾ ആണോ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ n of a union b എന്ന് പറഞ്ഞത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n of u ആകണം. യൂണിവേഴ്സൽ സെറ്റ്, അതിൽ നിന്നാണ് a union b ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിനേക്കാളും ഗ്രേറ്റസ്റ്റ് ഒരിക്കലും പോകാൻ പാടില്ല. പക്ഷെ ഇവിടെ n of a union b 550 കിട്ടി. പക്ഷെ n of u എത്രയാ? 500 ഉള്ളൂ. അപ്പൊ 500 എലമെന്റിൽ നിന്ന് എങ്ങനെ 550 എലമെന്റ്സ് ഉണ്ടാക്കുക? പോസിബിൾ അല്ലല്ലോ. അപ്പോ a union b സബ്സെറ്റ് ഓഫ് u ആണ്. അതിൽ നിന്ന് എന്ത് കിട്ടുക? n of a union b ലെസ് ദാൻ ഓർ ഈക്വൽ ടു n of u ആയിരിക്കണം. പക്ഷെ ഇവിടെ എന്താണ്? n of a union b ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. ഹെൻസ് ദിസ് ഡാറ്റ ഈസ് നോട്ട് കറക്റ്റ്. ഡാറ്റ ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ തന്നാൽ a union b കണ്ടുപിടിക്കുക. a union b n of uവിനേക്കാളും ലെസ് ആണെങ്കിൽ ഡാറ്റ കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് കൺസിഡർ 3 sets. റിലേഷൻ കണക്റ്റിംഗ് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് 3 sets എന്താണെന്ന് നോക്കാം. n of a union b union c equal to n of a plus n of b plus n of c minus n of a intersection b minus n of b intersection c minus n of a intersection c plus n of a intersection b intersection c. അപ്പോൾ 3 ഇൻഡിവിജ്വൽ സെറ്റ്സ് ആവുമ്പോൾ n of a plus n of b plus n of c. നെക്സ്റ്റ് 2 സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ ആവുമ്പോൾ മൈനസ് ആണ് വരുന്നത്. മൈനസ് n of a ഇന്റർസെക്ഷൻ b മൈനസ് n of b ഇന്റർസെക്ഷൻ c മൈനസ് n of a ഇന്റർസെക്ഷൻ c. നെക്സ്റ്റ് 3 സെറ്റ്സിന്റെ ഇന്റർസെക്ഷന്റെ കേസിൽ പ്ലസ്. അപ്പോൾ ഫസ്റ്റ് പ്ലസ്, നെക്സ്റ്റ് നെഗറ്റീവ് ആൻഡ് ദെൻ ലാസ്റ്റ് പോസിറ്റീവ്. ആ രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. In a survey of 60 people, it was found that 25 people read newspaper H, 26 newspaper T, 26 read newspaper I, 9 read both H and I, 11 read both H and T, 8 read both T and I, 3 read all the 3 newspapers. Find number of people who read at least one of the newspaper, number of people who read exactly one newspaper. അപ്പോൾ ഈ ടൈപ്പ് 3 സെറ്റ്സിന്റെ പ്രോബ്ലം വെൻ ഡയഗ്രത്തിൽ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നതെന്ന് നോക്കാം. ഇൻ എ സർവേ ഓഫ് 60 പീപ്പിൾ, ദാറ്റ് മീൻസ് n of u equal to 60, 25 റീഡ് ന്യൂസ് പേപ്പർ H. അപ്പോൾ n of H equal to 25, n of T equal to 26, n of I equal to 26, n of H intersection I equal to 9, n of H intersection T equal to 11, n of T intersection I equal to 8, n of H intersection T intersection I equal to 3. എല്ലാം വായിക്കുന്നവരാണ് 3 വരുന്നത്. അപ്പോൾ 3 n of H intersection T intersection I. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഫൈൻഡ് നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ന്യൂസ് പേപ്പർ. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് യൂണിയൻ ആണ്. വി ഫൈൻഡ് ഔട്ട് n of H യൂണിയൻ T യൂണിയൻ I. വേണമെങ്കിൽ നമുക്ക് n of H യൂണിയൻ T യൂണിയൻ I ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ല, വെൻ ഡയഗ്രത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ കൺസിഡർ
കൺസിഡർ ദ വെൻ ഡയഗ്രാം ഓഫ് 3 സെറ്റ്സ് എച്ച് ടി ഐ. അപ്പൊ നമുക്ക് ഈ തന്ന കാര്യങ്ങൾ വെൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് പറഞ്ഞു വെൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യേണ്ടത് ഇന്റർസെക്ഷൻ. അപ്പോ 3 എണ്ണത്തിന്റെയും ഇന്റർസെക്ഷൻ വരുന്ന പോർഷൻ ഏതാണ്? ഇതല്ലേ, എച്ച് ടി ആൻഡ് ഐ. 3 സെറ്റും വരുന്നത് ഈ മിഡിൽ പോർഷൻ അല്ലേ. അപ്പൊ ഈ മിഡിൽ പോർഷൻ ആദ്യം ഫില്ല് ചെയ്യുക. 3 ആണ് 3 എണ്ണത്തിന്റെയും ഇന്റർസെക്ഷൻ, ഹെൻസ് 3. നെക്സ്റ്റ് 2 സെറ്റ് വരുന്ന പോർഷനാണ് ഇത് 3. ഇവിടെയും 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 2 സെറ്റിന്റെ ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെ സെറ്റാണ്? എച്ച് ബ്ലൂ, ഗ്രീൻ ഐ. എച്ച് ഇന്റർസെക്ഷൻ ഐ എത്രയാണെന്ന് നോക്കുക. എച്ച് ഇന്റർസെക്ഷൻ ഐ 9 ആണ്. അപ്പൊ എച്ച് ഇന്റർസെക്ഷൻ ഐയുടെ പോർഷൻ ഇതാണ്, ഇത് കംപ്ലീറ്റ് ആണ്. പക്ഷെ അതിൽ 3 ഓൾറെഡി വന്നു അല്ലെ. ഇതാണ് എച്ച് ഇന്റർസെക്ഷൻ ഐ, 3 ഓൾറെഡി വന്നു. ദെൻ റിമൈനിങ് 9 മൈനസ് 3 നോക്കിയാൽ മതി. 9 മൈനസ് 3 ഈക്വൽ ടു 6. നെക്സ്റ്റ് ഇവിടെ നോക്കുക, എച്ചും ടിയുടെയും ഇന്റർസെക്ഷൻ. എച്ച് ടി ഇന്റർസെക്ഷൻ 11 ആണ്. ഇവിടെ 11 എന്ന് പറഞ്ഞാൽ ഇത് 3 മൊത്തമാണ് 11 വരുന്നത്. ഈ റെഡിന്റെ ബൗണ്ടറി, ബ്ലൂവിന്റെ ബൗണ്ടറി. അപ്പൊ അവിടെ മൊത്തം 11 വരണം. 3 പോർഷൻ ഇവിടെ നിന്ന് ഇത്ര വരെയുള്ള പോർഷനിൽ 11 ആണ് വരേണ്ടത്. 3 ഓൾറെഡി വന്നു. നെക്സ്റ്റ് 11 മൈനസ് 3 ഈക്വൽ ടു 8. നെക്സ്റ്റ് ടി ഐ. ടി എന്ന് പറഞ്ഞാൽ ഇതാ ഈ സെറ്റ്, ഇവിടുന്ന് ഇത്ര വരെ. ഐ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പോകുന്നത്. ഈ ഒരു പോർഷനിൽ 8 ആണ് വേണ്ടത്. ഓൾറെഡി 3 വന്നു. ദാറ്റ് മീൻസ് 8 മൈനസ് 3 ഈക്വൽ ടു 5. നെക്സ്റ്റ് കൺസിഡർ എച്ച്. എച്ച് കംപ്ലീറ്റ് ബ്ലൂ സർക്കിളിൽ 25 പീപ്പിൾസ് ആണ് വേണ്ടത്. അപ്പൊ ആ ബ്ലൂ സർക്കിൾ ഏതൊക്കെ വന്നു? 6, 3, 8 ഓൾറെഡി വന്നു. അപ്പൊ 25 മൈനസ് 6 പ്ലസ് 3 പ്ലസ് 8, 9 പ്ലസ് 8, 17. 25 മൈനസ് 17 ഈക്വൽ ടു 8. നെക്സ്റ്റ് റെഡ് പോർഷൻ ടി ആണ്. 26 വേണം. ഓൾറെഡി എത്ര വന്നേ? 8, 3, 5. ഈ 8ഉം 3ഉം 5 മൈനസ് ചെയ്യണം. 8 പ്ലസ് 8, 16. 26 മൈനസ് 16 ഈക്വൽ ടു 10. നെക്സ്റ്റ് ഗ്രീൻ പോർഷൻ, ദാറ്റ് ഈസ് ഐ. ഐയിൽ 26 വേണം. ഓൾറെഡി ഗ്രീൻ പോർഷനിൽ എത്ര വന്നു? 6 പ്ലസ് 3 പ്ലസ് 5 വന്നു. ഇറ്റ് ഈസ് 9 പ്ലസ് 5, 14 വന്നു. 26 മൈനസ് 14 ഈക്വൽ ടു 12. അപ്പൊ ഇത്രയും ഈ തന്നിരിക്കുന്നതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു. നെക്സ്റ്റ്, അപ്പൊ യൂണിയൻ എന്താ? അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീനും റെഡും ബ്ലൂവും ഇതൊക്കെ ചേർന്നാലാണ് ഇത് വരിക, യൂണിയൻ വരിക. അപ്പൊ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അകത്തുള്ള എല്ലാം ആഡ് ചെയ്താൽ പോരെ. അപ്പൊ യൂണിയൻ ഈക്വൽ ടു 3 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് 10. ഇതാണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം യൂണിയൻ ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെയാണ് ഷെയ്ഡ് ചെയ്യുക. ഈ ബ്ലൂവും റെഡും ഗ്രീനും മൊത്തത്തിൽ വരുന്നത്. അപ്പൊ ഈ മൊത്തത്തിലുള്ള എല്ലാ സെറ്റിലും കൂടിയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ വി ഗെറ്റ് യൂണിയൻ. യൂണിയൻ ഈക്വൽ ടു 52. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ് ഈക്വൽ ടു 52. അപ്പൊ യൂണിയനിൽ 52 ആണുള്ളത്. എൻ ഓഫ് യു ഈക്വൽ ടു 60 ആണ്. ഈ റെക്ടാങ്കിളിൽ കംപ്ലീറ്റ് വേണ്ടത് 60 ആണ്. 52 ഇവിടെ വന്നു. അപ്പൊ ഇവിടെ എത്ര വരും? 60 മൈനസ് 52 ഈക്വൽ ടു 8. 8 പീപ്പിൾസ് ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പൊ 8ന്റെ മീനിങ് എന്താണ്? ഹൂ റീഡ് നൈദർ എച്ച് ടി നോർ ഐ. എച്ചും ടിയും ഐയും വായിക്കാത്തവരാണ് 8 പീപ്പിൾസ്. അപ്പൊ ഇനി ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റും. എക്സാക്ട്ലി 1 ന്യൂസ് പേപ്പർ ഏതാ? എക്സാക്ട്ലി 1 എന്ന് പറഞ്ഞാൽ ഇതാ. ഇത് എച്ച് മാത്രം വായിക്കുന്നവര്, ഇത് ഐ മാത്രം വായിക്കുന്നവര്, ഇത് ടി മാത്രം വായിക്കുന്നവര്, 3 വായിക്കുന്നവര് 3. 3 ആൾക്കാര് 3 ന്യൂസ് പേപ്പറും വായിക്കുന്നു. ഇനി 2 എണ്ണം വായിക്കുന്നത് ഇവിടെ ഈ ഒരു പോർഷൻ. ഈ പോർഷനിൽ 3 വരുന്നുണ്ട്. ഈ പോർഷനിലോ എച്ചും ഐയും മാത്രമേ വരുന്നുള്ളൂ. ഈ എച്ച് ബ്ലൂവും ഗ്രീനും മാത്രമേ ഈ പോർഷനിൽ വരുന്നുള്ളൂ.
അപ്പൊ എച്ചും ഐയും മാത്രം വായിക്കുന്നവര് 6, ഐയും ടിയും മാത്രം വായിക്കുന്നവര് 5, എച്ചും ടിയും മാത്രം വായിക്കുന്നവര് 8. അപ്പൊ രണ്ടെണ്ണം മാത്രം വായിക്കുന്നത് പറയുമ്പോ ഏതൊക്കെ വരുക? 6 + 5 + 8. അപ്പൊ 3 വായിക്കുന്നവര് 3 പീപ്പിൾസ്. നെക്സ്റ്റ് എക്സാക്ട്ലി 2 ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ 6 + 8 + 5. ഇനി 1 മാത്രം വായിക്കുന്നവര് 8 + 10 + 12. അപ്പൊ ഇതാണ് ഇതിന്റെ ഇത്. അപ്പൊ എക്സാക്ട്ലി 1 എന്ന് പറയുമ്പോൾ 8 + 10 + 12. എക്സാക്ട്ലി 2 എന്ന് പറയുമ്പോൾ 6 + 8 + 5. എക്സാക്ട്ലി 3, ദാറ്റ് മീൻസ് ഓൾ ദ ന്യൂസ് പേപ്പേഴ്സ് മീൻസ് 3. നെക്സ്റ്റ് എച്ച് മാത്രം വായിക്കുന്നവരുടെ എണ്ണം പറഞ്ഞാൽ 8, ടി മാത്രം വായിക്കുന്നവര് 10, ഐ മാത്രം വായിക്കുന്നവര് 12. ഓക്കെ, നമുക്കതിന്റെ ഒക്കെ ആൻസേഴ്സ് എഴുതാം. നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ്, ദാറ്റ് ഈസ് യൂണിയൻ ആണ് വരിക, ഈക്വൽ ടു 52. നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് എക്സാക്ട്ലി 1 ന്യൂസ് പേപ്പർ, ദാറ്റ് ഈസ് എച്ച് മാത്രം, ഐ മാത്രം, ടി മാത്രം, എത്രയുള്ളത്? 8 + 10 + 12 ഈക്വൽ ടു 13. എക്സാക്ട്ലി 2 ന്യൂസ് പേപ്പേഴ്സ്, എക്സാക്ട്ലി 2 എന്ന് പറയുമ്പോൾ എച്ച് ടി വായിക്കുന്നത് ഈക്വൽ ടു എത്ര വരുന്നത്? 8 + 6 + 5 ഈക്വൽ ടു 19. എച്ചും ടിയും ഐയും വായിക്കാത്തവര് 60ൽ നിന്നും 52 മൈനസ് ചെയ്താൽ കിട്ടുന്ന 8. ഇനി എച്ച് മാത്രം വായിക്കുന്നവർ എത്ര ആളാണ്? 8. അങ്ങനെ ഏതും ആ വെൻ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് പ്രോബ്ലം. എ കോളേജ് awarded 38 medals in football. അപ്പോൾ n of f equal to 38. 15 in basketball. അപ്പോൾ n of b equal to 15. 20 in cricket. n of c equal to 20. These medals went to a total of 58 men. അപ്പോൾ ഈ 3 മെഡലും ചേർന്നാൽ 58 മെൻസിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ n of f union b union c equal to 58. 3 men got medals in all the 3 sports. എല്ലാത്തിലും കിട്ടി. അപ്പോൾ n of f intersection b intersection c equal to 3. How many received medals in exactly 2 of the 3 sports? അപ്പോൾ exactly 2 സ്പോർട്സിൽ മെഡൽ കിട്ടിയവർ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതും വെൻ ഡയഗ്രത്തിൽ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് മിഡിൽ പോർഷൻ. മിഡിൽ പോർഷനിൽ 3, മിഡിൽ പോർഷൻ 3. നെക്സ്റ്റ് ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇന്റർസെക്ഷൻ അറിയണം അല്ലേ? ഇന്റർസെക്ഷൻ തന്നിട്ടില്ല. അപ്പൊ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? എക്സാക്ട്ലി 2 ഓഫ് ദ 3 സ്പോർട്സ് പറയുമ്പോൾ നേരത്തെ വെൻ ഡയഗ്രത്തിൽ ഏത് പോർഷനാണ് വരുന്നത്? എക്സാക്ട്ലി 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരിക. ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ആഡ് ചെയ്താൽ മതി. ഇതിന് നമുക്ക് എ എന്ന് ഡിനോട്ട് ചെയ്യാം, ബി ആൻഡ് സി. അപ്പോൾ എഫും സിയും മെഡലിൽ കിട്ടിയവര് എ, മറ്റേത് ബി, ഇത് സി ആണെങ്കിൽ നമുക്ക് എന്ത് എക്സാക്ട്ലി 2 സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഏതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? എ പ്ലസ് ബി പ്ലസ് സി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. n of f union b union c equal to n of f plus n of b plus n of c minus n of f intersection c minus n of b intersection c minus n of f intersection c plus n of f intersection b intersection c. തന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യൂണിയൻ ഈക്വൽ ടു 58, 38 പ്ലസ് 15 പ്ലസ് 20, f intersection b intersection c equal to 3. 38 പ്ലസ് 50 പ്ലസ് 20 പ്ലസ് 3 ഈക്വൽ ടു എത്ര വരും? 76. അതിന്റെ വാല്യൂ 76 എന്ന് എഴുതാം. അപ്പോൾ ഈ നെഗറ്റീവ് വരുന്നതൊക്കെ LHS സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ n ഓഫ് f ഇന്റർസെക്ഷൻ b പ്ലസ് n ഓഫ് b ഇന്റർസെക്ഷൻ c പ്ലസ് n ഓഫ് f ഇന്റർസെക്ഷൻ c ഈക്വൽ ടു 76. 58 RHSലേക്ക് വന്നാൽ മൈനസ് 58 ഈക്വൽ ടു 18. Then what is f intersection b? എഫിന്റെയും ബിയുടെയും ഇന്റർസെക്ഷൻ. വെൻ ഡയഗ്രത്തിൽ നമുക്ക് എന്താ കിട്ടുക? എ പ്ലസ് 3 പ്ലസ് ബി പ്ലസ് 3 പ്ലസ് സി പ്ലസ് 3 ഈക്വൽ ടു 18. ഹിയർ 3 പ്ലസ് 3 പ്ലസ് 3 ഈക്വൽ ടു 9. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് 9 ഈക്വൽ ടു 18. ഹെൻസ്
A plus B plus C equal to 18 minus 9 equal to 9. That means 9 received medals in exactly 2 of the 3 sports. 9 ആൾക്കാർ 2 സ്പോർട്സിൽ മെഡൽ വാങ്ങുന്നുണ്ട്. നെക്സ്റ്റ് ഹോംവർക്ക്. In a survey, it was found that 21 people product A, 26 product B, 29 product C, 14 A and B, 12 C and A, 14 B and C, 8 all the 3 products. How many liked product C? അപ്പോൾ ഇതൊക്കെ ഒരു വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തത്. അപ്പം അതേ രീതിയിൽ ഇതും ചെയ്യാം. താങ്ക് യു.